ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ഞാനിലേക്ക് സ്വാഗതം. ഡ്രാഗൺ എന്ന് പറഞ്ഞ പ്രദീപ് രംഗനാഥൻ്റെ പടം OTT റിലീസായിരുന്നു. പക്ഷേ പടത്തിൻ്റെ എന്തായാലും തിയേറ്ററിൽ ഓടിയിട്ടുള്ള 50 പോസ്റ്റർ കണ്ടിട്ടുണ്ട്, താങ്ക് യു എന്നുള്ള രീതിയിൽ കൊടുത്തുണ്ട്. പിന്നെ ഇടിമുഴക്കം എന്ന് പറഞ്ഞ പടത്തിലത്തെ കാന വിളക്ക് മൈല എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് 6 മണിക്ക് വരും എന്നുള്ള അറിയിച്ചു. പിന്നെ ഏറ്റവും പറഞ്ഞിട്ടുള്ള കേരളത്തിൽ നിന്ന് 83 കോടിയോളം നേടി എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ മോഹൻലാലിൻ്റെ തുടരെന്ന് പറഞ്ഞ പടം 25-ാം തീയതി റിലീസാകാൻ പോകുന്നത്, ഏപ്രിൽ 25-ാം തീയതി. അപ്പോൾ അതിൻ്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ ഫസ്റ്റ് വന്നതാണ്. അതിനുശേഷം രണ്ടാമത്തെ ഒരു പോസ്റ്ററും മൂന്നാമത്തെ ഒരു പോസ്റ്ററും പുറത്തിട്ടിട്ടുണ്ട്. രണ്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഫ്ലക്സ് ഒക്കെ കുറേ കാലത്ത് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ ഒരു ഫോട്ടോ കൂടി കിട്ടിയിട്ടുണ്ടാവും, കാണിക്കുന്നുണ്ട്. പിന്നെ ഗുഡ് ബൈ ഡഗ്ലി എന്ന് പറഞ്ഞ കേരളത്തിലത്തെ ഫസ്റ്റ് ഡേ കളക്ഷൻ 75 ലക്ഷമാണ് ആ കൂടി കിട്ടിയിട്ടുള്ളത്. കുറച്ച് തിയേറ്റേഴ്സിൽ ഉണ്ടായിരുന്നല്ലോ, കാരണം മേജർ ആയിട്ടുള്ള 3 മലയാളം ഫിലിംസ് ഉണ്ടായിരുന്നു. പിന്നെ പടത്തിന്റെ ഫസ്റ്റ് ഡേത്തെ തമിഴ്നാട്ടിലത്തെ മാത്രം കളക്ഷൻ 30.9 കോടിയാണെന്നുള്ളതാണ് കേൾക്കുന്നത്. 29 കോടിയാണെന്നുള്ള കേൾക്കുന്നുണ്ട്, എന്താണെന്നുള്ള അറിയില്ല. ഇവർ ഒഫീഷ്യലായി എന്തായാലും പുറത്തിട്ടുള്ള 30.9 കോടി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ തലവതി വിജയുടെ പടമാണ് 4 എടുക്കുന്നത്. ഫസ്റ്റ് ബീസ്റ്റ്, സെക്കൻഡ് ലിയോ, പിന്നെ തേർഡ് ഗോട്ട്, ഫോർത്ത് സർക്കാർ. ഇത് 4 പടമാണ് ആ കൂടിയിട്ട് തമിഴ്നാട്ടിൽ 30 കോടിയുടെ മുകളിൽ കളക്ഷൻ നേടിയ പടങ്ങൾ. ഇപ്പോൾ അതിൽക്ക് വലിയ സ്റ്റുഡിയോ വന്നിട്ടുണ്ട്, ഗുഡ് ബൈ ഡഗ്ലി. പിന്നെ പടത്തിന്റെ തമിഴ് ഓഡിയോ ജൂക്ക് ബോക്സ് പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ കിങ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള വിജയ് ദേവരകൊണ്ടയുടെ 12ാമത്തെ പടം. അവിടത്തേന് 50 days to go പോസ്റ്റർ വന്നിരുന്നു, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ആര്യ 2 എന്ന് പറഞ്ഞാൽ അവിടെ റിലീസിന് എത്തിയിരുന്നു. ഇപ്പോൾ 7.09 കോടി നേടിയിട്ടുണ്ടെന്നുള്ള അറിയിച്ചിട്ടുണ്ട് ആ റിലീസിലൂടെ. പിന്നെ ദ വെർഡിക്റ്റ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ അകത്തുനിന്ന് ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്, മെയിലാണ് പടം റിലീസ് ആകാനുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ജുവൽ തീഫ് എന്ന് പറഞ്ഞ പടം നെറ്റ്ഫ്ലിക്സിലൂടെ ഏപ്രിൽ 25-ാം തീയതി പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും 2 പോസ്റ്റേഴ്സാണ് വന്നിട്ടുള്ള, 2 ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പ്രായൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സോണി ലീവിലൂടെ സ്ട്രീമിംഗ് ആയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല, കണ്ടു കഴിഞ്ഞാൽ അഭിപ്രായം പറയുന്നുണ്ട്. പിന്നെ കണ്ണപ്പം എന്ന് പറഞ്ഞിട്ടുള്ള ഏപ്രിൽ 25-ാം തീയതി റിലീസായിരുന്നതാണ്, അത് മാറ്റിയിട്ട് ഇപ്പോൾ ജൂൺ 27-ാം തീയതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ വിശംബര എന്ന് പറഞ്ഞിട്ടുള്ള ചിരഞ്ജീവിയുടെ പടം, അവിടെ ഫസ്റ്റ് സിംഗിൾ ഒരു അമ്പാണ് രാമരാമ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. ആ പാട്ടിന്റെ പ്രൊമോ എന്തായാലും പുറത്തിറങ്ങിയിട്ടുണ്ട്, ട്രെൻഡിങ്ങിലൊക്കെയാണ്. എന്തായാലും ഫുൾ സോങ് ഏപ്രിൽ 12-ാം തീയതി പുറത്തിറങ്ങുന്നത് അറിയിച്ചിട്ടുണ്ട്, എന്നുവെച്ചൊന്ന് പുറത്തിറങ്ങുന്നുള്ളത്. പിന്നെ റൈസ് കുറവ് മലയാളത്തിൽ പറയാനിലേക്ക് ഇത് റൈസർ എന്ന് പറയാം. എൻ്റെ ഒരു ഫേവറേറ്റ് പടമാണ് അല്ലു അർജുൻ്റെ കരിയറിലത്തെ. എന്തായാലും ആ പടം ഇറങ്ങിയിട്ട് 11 വർഷമായിട്ടുണ്ട്, കേരളം പടം തന്നെയായിരുന്നു. പിന്നെ ജാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡേയിൽ 11.6 കോടിയാണ് വേൾഡ് വൈഡ് ആയിട്ട് നേടിയിട്ടുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഹരിഹര വീരമല്ലു എന്ന് പറഞ്ഞിട്ടുള്ള മെയ് 9-ാം തീയതി റിലീസ് ആവാനുള്ള അറിയിച്ചുകൊണ്ട് ഒന്നുകൂടി ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. പിന്നെ ഡൽഹി ഫയൽസ് എന്ന് പറഞ്ഞ പടത്തിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള അഭിഷേക് അഗർവാൾ ആളുടെ ബർത്ത്ഡേ വിഷയം കൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ ചോരി 2 എന്ന് പറഞ്ഞിട്ട് ഒരു പടം ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ ലഭ്യമായിട്ടുണ്ട്. പിന്നെ റൈഡ് 2 എന്ന് പറഞ്ഞ പടത്തിലത്തെ നഷ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. തമ്മനെയാണ് ഇതിൽ സ്പെഷ്യൽ ക്യാരക്ടറായിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും പാട്ട് വേറെ രീതിക്കും ഡാൻസ് വേറെ രീതിക്കാണ് പോയിട്ടുള്ളത്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ G2 ഗൂഢാചാരി 2 എന്ന് പറഞ്ഞ പടത്തിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള അഭിഷേക് അഗർവാൾ എന്നുവെച്ചാൽ നേരത്തെ പറഞ്ഞ ആൾ തന്നെയാണ്, ആളുടെ ബർത്ത്ഡേ വിഷയം പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഖുഷ്ബു എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്, അതായത് സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഡിയർ റഹ്മാൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്, ഏപ്രിൽ 18-ാം തീയതിയാണ് പടം റിലീസ് ആവുക. പിന്നെ മാസ് ജാദര എന്ന് പറഞ്ഞിട്ടുള്ള രവിതേജ പടത്തിലത്തെ തും മേര ലവർ എന്ന് പറഞ്ഞിട്ടുള്ള വസിംഗിൾ ഒരു അമ്പാണ്, എന്നാന്നുള്ള അറിയിച്ചിട്ടില്ല. എന്തായാലും പ്രൊമോ ഇന്ന് 12-ാറിന് പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ വിടാമേഴ്സി എന്ന് പറഞ്ഞാൽ സൺ ടിവിയിലൂടെ സ്ട്രീമിംഗ് ആകുമ്പോഴാണ്, എന്നുവെച്ചാൽ TV റിലീസ് ആകുമ്പോഴാണ് ഏപ്രിൽ 14-ാം തീയതി 6:00. അപ്പോൾ എൻ്റെ ഒരു 3 days to go പോസ്റ്റ് വന്നു. പിന്നെ ദ ഡിപ്ലോമേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ജോൺ അബ്രാമിൻ്റെ 38.97 കോടിയാണ് 4 ആഴ്ച കൊണ്ട് നേടിയിട്ടുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ആവേശം എന്ന് പറഞ്ഞിട്ടുള്ള ഇറങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞിട്ടുണ്ട്. മൊത്തം 156 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടിയ പടമാണ്, കഴിഞ്ഞ വിഷുവിന് ഇറങ്ങിയ പടമാണ്. പിന്നെ ഒരു വടക്കൻ പ്രണയപർവ്വം എന്ന് പറഞ്ഞ പടത്തിലത്തെ ബൂം ചിക് ബബ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ലിറിക്കൽ വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ ഗാങ്ങാസ് എന്ന് പറഞ്ഞ പടത്തിലത്തെ കുപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് പുറത്തിറക്കി. പിന്നെ അർജുൻ സൺ ഓഫ് വൈജയന്തി എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ ഏപ്രിൽ 12-ാം തീയതി എന്നുവെച്ചാൽ ഇന്ന് 7:59 പുറത്തിറങ്ങുന്നത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ ഒരു ട്രെയിലർ ലോഞ്ച് ഇവന്റ് അടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ഗസ്റ്റ് ആയിട്ട് NTR വരിക എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ 7 days to go പോസ്റ്റർ കണ്ടിട്ടുണ്ട്, ഏപ്രിൽ 18-ാം തീയതിയാണ് പടം റിലീസ് ആവുക. പിന്നെ വിഷുവിനും മലയാളത്തിൽ നിന്ന് മേജറായിട്ട് റിലീസായ 3 പടങ്ങളിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ മരണമാസം എന്ന് പറഞ്ഞ പടത്തിന് 15 ലക്ഷമാണ് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് ഡേയിൽ. പിന്നെ ആലപ്പുഴ ചുമക്കാനൊക്കെ 42 ലക്ഷമാണ് ഫസ്റ്റ് ഡേയിൽ കിട്ടിയിട്ടുള്ളത്. ബസൂക്കൊക്കെ 50 ലക്ഷമാണ് ഫസ്റ്റ് ഡേയിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ കേരളത്തിലത്തെ കളക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ മരണമാസിന് 1.01 കോടിയാണ് കിട്ടിയിട്ടുള്ളത്. ആലപ്പുഴ ചുമക്കാനൊക്കെ 2.62 കോടിയാണ് കിട്ടിയിട്ടുള്ളത്. ബസൂക്കൊക്കെ 3.23 കോടിയാണ് കിട്ടിയിട്ടുള്ളത്. ടോപ്പിൽ ബസൂക്ക തന്നെയാണ് കിടക്കുന്നത്. രണ്ടാമത്തെ ദിവസം എന്തായാലും ബസൂക്ക 2 കോടിയുടെ മുകളിൽ കടന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ചിട്ടാണ്, എന്തായാലും കറക്റ്റ് കിട്ടുമ്പോൾ പറയാവുന്നതാണ്. എന്തായാലും ബസൂക്കയുടെ റിവ്യൂ ഞാൻ ഓൾറെഡി ഇട്ടാണ്, എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ റിവ്യൂ ഞാൻ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്, കാണാത്തവർക്ക് ആയിട്ട് ലിങ്ക് താഴ്ത്ത് കൊടുക്കാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിലൊക്കെ ആയിട്ട്. എന്തായാലും പടത്തിന്റെ ഫസ്റ്റ് ഡേയിൽ 125-ലും കൂടുതൽ ലേറ്റ് നൈറ്റ് ഷോസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസം 100-ലും കൂടുതൽ ലേറ്റ് നൈറ്റ് ഷോസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ ഒരു തിയേറ്റർ വിസിറ്റൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേയിൽ തന്നെ. 6 മണിക്കും 7 മണിക്കും 9 മണിക്കും 10 മണിക്കൊക്കെ ആയിട്ട് വനിത PVR ലുലു സെൻട്രൽ ടോക്കീസ് ഷെനോയ്സ് ഇവിടെ ഒക്കെ ആയിട്ട്. പിന്നെ നിസാം ബഷീർ മമ്മൂട്ടിയുടെ റൊഷാക്ക് എന്ന് പറഞ്ഞ പടത്തിന്റെ എടുക്കാൻ പോകുന്ന പടമാണ് നോബഡി എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ പടത്തിന്റെ പൂജ നടക്കുന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും പൂജ നടന്നിട്ടുണ്ട്, ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അതിന്റെ സ്റ്റിൽസോ കിട്ടിയിട്ടുണ്ട്, അതിന് സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ജയിലർ 2 എന്ന് പറഞ്ഞിട്ടുള്ള രജനീകാന്തിന്റെ പടത്തിന്റെ ഷൂട്ടിംഗ് നെൽസൺ ദിലീപ് കുമാറാണ് പടം എടുക്കുന്നത്. അവിടത്തിന്റെ ഷൂട്ടിംഗ് കേരളത്തിൽ വെച്ചിട്ടുണ്ടാവും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അട്ടപ്പാടിയിലേക്ക് രജനീകാന്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും 35 ദിവസത്തെ ഷൂട്ടാണ് ഇവിടെ ഉള്ളതെന്നാണ് കേൾക്കുന്നത്. അതേമാതിരി തന്നെ മിർന എന്ന് പറഞ്ഞിട്ടുള്ള എന്നുവെച്ചാൽ പടത്തിലെ ആളുടെ ഡോക്ടറിലോ ആയിട്ട് എത്തിയ ആളും ഈ ഷെഡ്യൂളിൽ ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ആളിൻ്റെ സ്റ്റോറിയിലൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ മുരുകദോസ് സിക്കന്ദർ എന്ന് പറഞ്ഞ പടം എടുത്തിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് പൊതുവേ ഒരു പ്രതീക്ഷ പറഞ്ഞ പടം തന്നെയായിരുന്നു. എന്തായാലും പ്രതീക്ഷ ഉള്ളൊരു പടമാണ് ഇനി അടുത്തായിട്ട് ആൾ എടുക്കുന്ന പടം, എന്നുവെച്ചാൽ മദ്രാസിൽ നിന്ന് പറഞ്ഞിട്ടുള്ള പടം. ഈ പടം സെപ്റ്റംബർ 5-ാം തീയതി റിലീസാകുന്നതാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ല. പിന്നെ അരുൺ വർമ്മ എടുക്കുന്ന ബേബികൾ എന്ന് പറഞ്ഞ പടത്തിൽ കുഞ്ചാക്കോബനായിരുന്നു മെയിൻ കഥാപാത്രം എത്തിയിരുന്നത്. അത് പോട്ടായിട്ട് നീം പോലെ ആയിട്ടുണ്ടെന്നുള്ളതൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ പടത്തിന്റെ കഥ എന്ന് പറയുന്നത്
ഒറ്റ ദിവസത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു കഥ ആയിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു കഥ. പിന്നെ സൂര്യയുടെ റെട്രോ എന്ന് പറഞ്ഞാൽ മെയ് 1 തീയതിയാണ് റിലീസാകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ദ വൺ എന്ന് പറഞ്ഞിട്ടുള്ള 3ാമത്തെ പാട്ട്, 3rd സിംഗിൾ വരാൻ പോവാണ്. ഇന്ന് എത്ര മണിക്കാണെന്നുള്ള അറിയിച്ചിട്ടില്ല. എന്തായാലും ഇന്നലെ വന്നിട്ടുള്ള പോസ്റ്ററാണ് ഫ്രം ടുമാറോ വന്നിട്ടുള്ളത്. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നാനിയുടെ ഹിറ്റ് ദ തേർഡ് കേസ് എന്ന് പറഞ്ഞ അടുത്ത 2nd സിംഗിൾ അബ് കി ബാർ അർജുൻ സർക്കാർ എന്ന് പറഞ്ഞിട്ടുള്ള എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട പാട്ടാണ്. എന്തായാലും അത് 2 മില്യൺ+ വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. ട്രെൻഡിങ്ങിലൊക്കെയാണ് ഇപ്പോൾ യൂട്യൂബിൽ. പിന്നെ ഇവിടുത്തെ ട്രെയിലർ 14 തീയതി എന്നുള്ള അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് മുന്നത്തെ വീഡിയോയിൽ. ഇപ്പോൾ എന്തായാലും അതിൻ്റെ ഒഫീഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട്. 14 തീയതി രാവിലെ 11:07 പടത്തിൻ്റെ ട്രെയിലർ വരുന്നുള്ളത്. അതായത് 3 days to go എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലും ആ ടൈം അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. രണ്ടിലും മറ്റേ വൈറ്റ് കോട്ടിട്ടുള്ള രീതിയിൽ തന്നെയാണ് പോസ്റ്റർ കൊടുത്തിട്ടുള്ളത്. എന്തായാലും വരട്ടെ. പിന്നെ തലവിജിയുടെ ജനനായകൻ എന്ന് പറഞ്ഞാലും തമിഴ്നാട്ടിൽ റിലീസിന് എത്തിക്കുന്നത് റോമിയോ പിക്ചേഴ്സ് ആയിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞാലും അവിടെ എത്തിച്ച റോമിയോ പിക്ചേഴ്സ് ആയിരുന്നു. ഇപ്പോൾ ഈ അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ എത്തിച്ച് റോമിയോ പിക്ചേഴ്സ് തന്നെയായിരുന്നു. അടുത്തായിട്ട് ജനനായകനും ഇവർ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ കുറേ കാലമായിട്ട് പൊതുവെ സിനിഫൈൽസും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഓസ്കാറിൽ സ്റ്റണ്ടിന്റെ സെക്ഷൻക്ക് എന്താണ് ഒരു ഓസ്കാറിന്റെ സംഭവം വരാത്തതെന്നുള്ള രീതിയിൽ. അപ്പോൾ എന്തായാലും ഓസ്കാറിൽ കൺഫേം ചെയ്തിട്ടുണ്ട് സ്റ്റണ്ട് ഡിസൈൻ ഓസ്കാർ എന്നുള്ള രീതിയിൽ ഒരു പാർട്ട് കൊടുത്ത് നിൽക്കുകയാണ്. എന്തായാലും ആ പോസ്റ്ററിൽ ഞാൻ കണ്ടിട്ടുള്ള ആളാണ്, പക്ഷേ അതിൻ്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും മിഷൻ ഇമ്പോസിബിൾ കൊടുത്തിട്ടുണ്ട്, അതേമാതിരി RRR ഒരു സീനും കൊടുത്തിട്ടുണ്ട്. എന്തായാലും 2027 പടങ്ങളൊക്കെ വെച്ചിട്ട് 2028 ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കുമെന്നുള്ള പറഞ്ഞിട്ടുണ്ട് 100ാമത്തെ ഓസ്കാറിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വേറൊരു കാര്യം കൂടി അറിഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നല്ല, ഇതുകൊണ്ടാണെന്ന് പറയുന്നില്ല. എന്തായാലും 2027 മാർച്ച് 25 തീയതി ആയിരിക്കും SSMB 29 എന്ന് വെച്ചാൽ സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവിന്റെ SS രാജമൗലി എടുക്കുന്ന പടം റിലീസ് ആവാന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും കൺഫേം ആവട്ടെ. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.